This is Saiha Info back again with Agricultural Scientist Recruitment Board notification for Combined Examination 2025. ASRB നോട്ടിഫിക്കേഷൻ ഫോർ കമ്പൈൻഡ് എക്സാമിനേഷൻ്റെ 2 വീഡിയോസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒന്ന് ജനറലായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോർമാലിറ്റീസ് എല്ലാം, രണ്ടാമത്തേത് അവരുടെ നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ്. സോ രണ്ടിൻ്റെയും ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അല്ല അതുപോലെ തന്നെ ആ ഐക്കണിലുണ്ടായിരിക്കും. നിങ്ങൾ പ്രീവിയസ്ലി ആ വീഡിയോ വാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ വാച്ച് ചെയ്യുക. സോ കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. ദെൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവരുടെ റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റിലോട്ടുള്ള എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോർ കമ്പൈൻഡ് എക്സാമിനേഷനിൽ അവർ റിക്രൂട്ട്മെൻ്റ് ആയിട്ട് നടത്തുന്നത് അഗ്രികൾച്ചർ റിസർച്ച് സർവീസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ടും അതുപോലെ തന്നെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് അതുപോലെ തന്നെ സീനിയർ ടെക്നിക്കൽ ഓഫീസർ അഥവാ SMS ഓർ STO പോസ്റ്റുകളിലോട്ടുമാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. സോ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിലോട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സാലറി, പേ സ്കെയിൽ, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ്, റൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് അഗ്രികൾച്ചറൽ റിസർച്ച് സർവീസ് അഥവാ ARS എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലോട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഇതിൻ്റെ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത് പേ ലെവൽ 10 ആണ്. സോ 57,700 തൊട്ടിട്ട് 1,82,400 റുപ്പീസ് ആണ് ഇതിൻ്റെ ഒരു പേ സ്കെയിൽ വരുന്നത്. 7th പേ കമ്മീഷൻ, അതായത് 7ാം ശമ്പള കമ്മീഷൻ പരിഷ്കരണ പ്രകാരം 57,700 മുതൽ അത് 1,82,400 രൂപ വരെ പേ സ്കെയിലുള്ള പോസ്റ്റാണ് അഗ്രികൾച്ചറൽ റിസർച്ച് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു എൻട്രി ലെവൽ പോസ്റ്റാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ ഒരു എൻട്രി ലെവൽ പോസ്റ്റ് കൂടിയാണ് ഇത്. സോ നിങ്ങളിതിന് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇത് വേറെ ആരെങ്കിലും ഇതുപോലെ എലിജിബിൾ ആയ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെയും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. സോ ഈ ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിനുള്ള എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. ദെൻ മെയിൻ എക്സാമിനേഷൻ്റെ ഡിസ്ക്രിപ്റ്റീവ് മോഡാണ്. ദെൻ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. ദെൻ അതിൻ്റെ കൂടുതൽ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഡിഫറെൻറ്റ് ആനക്സ് ഫോമുകളിലും അതുപോലെ തന്നെ ഫോളോയിങ് പേജസിലും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അതുകൂടി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ വേക്കൻസി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വേക്കൻസി ഡീറ്റെയിൽസ് നമ്മൾ ഫർദർ അനക്സർ 9 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു PDF-ൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അനക്സർ 9 ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ റൂൾസ് ഓഫ് എക്സാമിനേഷൻ അനക്സർ 7 ദെൻ പ്ലാൻ ഓഫ് എക്സാമിനേഷൻ അനക്സർ 8 ദെൻ സിലബസ് എന്ന് പറയുന്നത് ASRBയുടെ വെബ്സൈറ്റിലാണുള്ളത്. സോ ASRB വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ത്രൂ ദാറ്റ് യു ക്യാൻ ആക്സസ് ദാറ്റ് ഓൾസോ. ഓക്കെ, സോ റൂൾസ് ഓഫ് എക്സാമിനേഷൻ 2025 ഫോർ ദിസ് ARS ഓർ അഗ്രികൾച്ചറൽ റിസർച്ച് സർവീസ് പോസ്റ്റ്. ആസ് യൂഷ്വൽ നമ്മൾ ഇതിൻ്റെ നെറ്റ് എക്സാമിനേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഏകദേശം റൂൾസ് എല്ലാം ഇതിലും അപ്ലിക്കബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നാഷണാലിറ്റി. സോ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ് ആൻഡ് റിഫ്യൂജി തുടങ്ങിയിട്ടുള്ള നാഷണാലിറ്റീസൊക്കെ ഇതിന് അപ്ലിക്കബിൾ ആണ്, അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഏജ് ലിമിറ്റ് നെറ്റ് എക്സാമിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ 21 ഇയേഴ്സ് കംപ്ലീറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇവർ 32 വയസ്സ് കവിഞ്ഞ് പോകാനും പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ 21 മിനിമവും 32 മാക്സിമം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അപ്പർ ഏജിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ പോസിബിൾ ആണ്. അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മളിത് എല്ലാ ഡീറ്റെയിൽഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയും വളരെ ലെങ്തി ആയിട്ട് പോകും. സോ ദാറ്റ് വിൽ ബി ടു ബോറിങ്. സോ യു ക്യാൻ ചെക്ക് ദാറ്റ് ഓൾസോ. വിൽ ബി പ്രൊവൈഡിങ് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നെറ്റ് എക്സാമിനൊക്കെ ചോദിച്ചതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. അവരുടെ ചോദിക്കുന്ന കൺസേൺഡ് ആയിട്ടുള്ള ഡിസിപ്ലിനിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഇവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2025 സെപ്റ്റംബർ 30 മുന്നേ നിങ്ങൾ ഇപ്പോൾ ആ കോഴ്സ് ഓൾറെഡി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ചെയ്ത് കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പേഴ്സ്യൂയിങ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്തിരിക്കണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫീയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിനുള്ള എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ജനറൽ കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മളൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. അൺറിസർവ്ഡ് കാറ്റഗറീസിന് 1000 റുപ്പീസാണ്. EWS OBC കാറ്റഗറിക്ക് 800 റുപ്പീസാണ്. ദെൻ അത് കാറ്റഗറീസിന് അഥവാ SC ST
PWBD വുമൺ ട്രാൻസ്ജെൻഡർ കാറ്റഗറീസിനൊന്നും തന്നെ അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. ഇതിന് അപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ റിസർവേഷൻ കാര്യങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇത് ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൻ്റെ അഥവാ ARS എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ. ഇതിൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, ഇൻ്റർവ്യൂ എക്സാമിനേഷൻ ഉണ്ട്. സോ പ്രിലിമിനറി എക്സാമിനേഷൻ 150 മാർക്സ് ആണ്, 2 hour ഡ്യൂറേഷൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓർ കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്, 300 മാർക്സ് ആണ്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hours ആണ്. ദെൻ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 45 ഡ്യൂറേഷൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ ആൻഡ് ദ പേഴ്സൺ ബീയിങ് ഇൻ്റർവ്യൂഡ്. ഓക്കെ, ദെൻ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മാർക്കിംഗ് സിസ്റ്റത്തിൽ അവർ 1/3 മാർക്സ് ഡിഡക്റ്റ് ചെയ്യും ഫോർ ഈച്ച് റോങ് ആൻസർ എന്നും, അതുപോലെ തന്നെ ഓരോ പോസിറ്റീവ് ആൻസറിനും 1 മാർക്ക് ഈച്ചാണ് കിട്ടുക എന്നുള്ളതും ഓൾറെഡി പറയുന്നുണ്ട്. ദെൻ മിനിമം മാർക്ക് ഫോർ ക്വാളിഫിക്കേഷൻ. ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലായിട്ട് നിങ്ങൾ ക്വാളിഫിക്കേഷൻ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള, അതായത് മെയിൻ എക്സാമിനേഷന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിലിമിനറി എക്സാമിനേഷനിലെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 67.5 മാർക്കാണ്, അഥവാ 45%. EWS or OBC കാറ്റഗറിക്ക് 60% ആണ്, അഥവാ 40%. SC ST PWD BT കാറ്റഗറീസിന് 52.5 മാർക്സ് ആണ്, അഥവാ 35%. ദെൻ മെയിൻസ് എക്സാമിനേഷൻ അഥവാ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഫോർ ദിസ് ARS പോസ്റ്റിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒറ്റ പേപ്പറായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡിസിപ്ലിൻ്റെ ഒരൊറ്റ പേപ്പറായിരിക്കും, 300 മാർക്സിലായിരിക്കും. ടോട്ടൽ എക്സാമിനേഷൻ ഫോർ 3 hours. ദെൻ 25 ക്വസ്റ്റ്യൻസ് ഫോർ 5 മാർക്സ് ഉണ്ടാവും, 5 മാർക്കിൻ്റെ 25 ക്വസ്റ്റ്യൻ. ദെൻ 10 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ. ദെൻ 5 ക്വസ്റ്റ്യൻ ഓഫ് 15 മാർക്സ്, 15 മാർക്കിൻ്റെ 5. അങ്ങനെ ടോട്ടൽ 300 മാർക്സ്. ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്കിനനുസരിച്ച് എത്ര വേർഡ്സിലാണ് ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ 5 മാർക്കിനാണെങ്കിൽ 50 വേർഡ്സ് ഉണ്ടായിരിക്കണം, 10 മാർക്കിനാണെങ്കിൽ 100 വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത്, 15 മാർക്കിലാണെങ്കിൽ 150 വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അവരുടെ ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ബോർഡായിരിക്കും നടത്തുക. ടൈം കാര്യങ്ങളെല്ലാം അവർ ത്രൂ മെയിലായിരിക്കും അറിയിക്കുന്നുണ്ടാവുക. അത് നമ്മൾ പ്രിലിംസ് പാസ് ചെയ്ത് ദെൻ അതുപോലെ തന്നെ മെയിൻസ് കൂടി പാസ് ചെയ്താലായിരിക്കും എത്തരത്തിൽ ഇൻ്റർവ്യൂയുടെ ഒരു സെക്ഷനിലോട്ട് എത്തുക എന്നുള്ളത് ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ARS പൊസിഷനിലോട്ടുള്ള വേക്കൻസിയുടെ ലിസ്റ്റ് അനക്സർ 9 കൊടുത്തിട്ടുണ്ട്, അഥവാ പേജ് നമ്പർ 30. സോ ഈ ഒരു PDF നിങ്ങൾ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ ഡിസിപ്ലിനിലും എത്രത്തോളം വേക്കൻസീസ് ഉണ്ട്, ഓരോ കാറ്റഗറി വൈസ് വേക്കൻസീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ PDF ആക്സസ് ചെയ്യുക, ചെക്ക് ചെയ്യുക. ദെൻ സബ്ജക്റ്റ് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആൻഡ് സീനിയർ ടെക്നിക്കൽ ഓഫീസർ, ഈ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റും ഈ ഒരു കമ്പൈൻഡ് എക്സാമിനേഷൻ വഴി തന്നെയാണ് നടക്കുന്നത്. സോ ഈ പെർട്ടിക്കുലർ പോസ്റ്റിലോട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ARS പോസ്റ്റിലോട്ടുള്ള സെയിം ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സാണ് പോകുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതർവൈസ് ഇറ്റ് വിൽ ബി ടു മച്ച് റിപ്പീറ്റേഷൻ ആൻഡ് ഇറ്റ് വിൽ ബി ബോറിങ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പൊസിഷൻ അഥവാ റിക്രൂട്ട്മെൻറ്റ് പൊസിഷൻ. ഇവിടെ സബ്ജക്റ്റ് മാറ്റർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനും സീനിയർ ടെക്നിക്കൽ ഓഫീസർ എന്ന പൊസിഷനും. സെക്കൻഡ് പേ ലെവൽ 10 ആണ്. അറ്റ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 56,100 മുതൽ 1,77,500 വരെയാണ് പേയ്മെൻറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്, വിച്ച് ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ARS പൊസിഷൻ, സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ഓക്കെ, ദെൻ എക്സാമിനേഷൻ പാറ്റേൺ രണ്ടിനും സെയിം ആണ്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. ദെൻ റൂൾസ് അതുപോലെ തന്നെ പ്ലാൻസ്, സിലബസ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഫർദർ ആക്സസിലായിരിക്കും വരിക. സോ നാഷണാലിറ്റി, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ്, ഏജ് റിലാക്സേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം സിമിലർ ആണ്. ഫീ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്താണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നുള്ളൂ. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 1000, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓർ OBC 800, അതർ കാറ്റഗറീസിന് ഫീ ഇല്ല. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. ഡ്യൂറിങ് പേയ്മെൻറ്റ് യു ഷുഡ് കൺസിഡർ ദാറ്റ്. ദെൻ റിലാക്സേഷൻ ഓഫ് ദി ഏജ്, അതുപോലെ തന്നെ കാറ്റഗറിക്ക് റിസർവേഷൻ കാര്യങ്ങളുടെയൊക്കെ പ്രൊസീജിയേഴ്സ് ആൻഡ് ഫോർമാലിറ്റീസ് പറയുന്നുണ്ട്. ദെൻ പ്ലാൻ ഓഫ് എക്സാമിനേഷൻ പറയുന്നുണ്ട്. സിമിലർ ആണ് ARS പോസ്റ്റിൻ്റെ, അതുപോലെ തന്നെയാണ്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. പ്രിലിംസ് ആണെങ്കിൽ 150 മാർക്സ് 2 hours, ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ 300 മാർക്സ് 3 hours, പേഴ്സണൽ ഇൻ്റർവ്യൂ 45 മാർക്സ്. ദെൻ അതിൻ്റെ ഫർദർ റൂൾസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ക്വാളിഫിക്കേഷൻ മാർക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഡിഡക്ഷൻ ഉണ്ടാവും 1/3 ഫോർ ഈച്ച് റോങ് ആൻസർ ഫോർ പ്രിലിമിനറി എക്സാമിനേഷൻ. ദെൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് സെയിം ആസ് ദാറ്റ് ഓഫ് ദിസ് റിസർച്ച് പൊസിഷൻ, ദറ്റ് ഈസ് ARS. ദെൻ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും സിമിലറാണ് എക്സെപ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസി. സോ ഈ പറഞ്ഞ 2 പോസ്റ്റിലോട്ട് SMS എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് അല്ലെങ്കിൽ STO എന്ന് പറയുന്ന 2 പോസ്റ്റിലോട്ടുള്ള വേക്കൻസി ലിസ്റ്റ് ഫോളോ അപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അനക്സർ 12 ആൻഡ് അനക്സർ 13 ആയിട്ട്. സോ ഈ ഒരു PDF ആക്സസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അവിടുന്ന് അങ്ങോട്ട് ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോംസിൻ്റെ സ്ട്രക്ചറാണ് അപ്പൻഡിക്സ് 1 തൊട്ടിട്ടുള്ളത്, അഥവാ PDF പേജ് നമ്പർ 41 തൊട്ടിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസിൻ്റെ സ്ട്രക്ചറാണ്. സോ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷനും നെറ്റിനും അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷനും എലിജിബിൾ ആണെങ്കിൽ, അതുപോലെ തന്നെ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള വില്ലിങ് ആയിട്ടുള്ള ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസൊക്കെ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരാന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക, ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. സോ ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നുള്ള 2 വീഡിയോസും കണ്ട് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.